ആര്യ എന്തൊരു ക്രോസ് ഇത് നമ്മളവിടെ പിറ്റിംഗ് നടക്കുന്നത്. KV ഓൾറെഡി ഇറങ്ങി കുത്തിച്ചടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. KVയുടെ ഡ്രാക്കൻ, വിപ്സി, ഷേക്ക് എല്ലാം ഇറങ്ങി നടിക്കുന്നുണ്ട്. ബട്ട് പ്ലേയേഴ്സ് റിട്രീറ്റ് ചെയ്ത് പോയ കാഴ്ചയാണ് കണ്ടത്. ഇവനവിടെ അടിപൊട്ടി അടിപൊട്ടി അടിപൊട്ടി. MR സെഡ് KV ഇവിടെ കുത്തിയിട്ടുണ്ട്. MR സെഡ് KV കുത്തിയിട്ടുണ്ട്. ഇവിടെ രണ്ട് ഗാങ്സും കുത്തിയിട്ടുണ്ട്. KV അടിച്ച് കേറുന്നുണ്ട്. MR സെഡ് CK മാരി കാർലോണാക്കിയിട്ടുണ്ട്. CK മാരിയുടെ ഫസ്റ്റ് പിക്ക് എടുത്തിരിക്കുന്നത്. അലക്സ് ക്രിസ്റ്റി ജൂനിയർ ഒരു പിക്ക്. ഇതാ കക്കാശി ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ക്രിസ്റ്റിയുടെ അടുത്തൊരു പിക്ക്. ഷീബ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. അലക്സ് ഡുവറിന്റെ അടുത്തൊരു പിക്ക്. അലക്സ് ഡുവറിന്റെ മൈക്ക് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. മൈക്ക് ഒരു പിക്ക്. റഷ്യൻ സ്പീഡ് ഒരു പിക്ക്. പ്രണസേട്ടൻ ഒരു പിക്ക്. ഷെയ്ഖ് മുഹമ്മദ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഷെയ്ഖ് മുഹമ്മദ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഷെയ്ഖ് മുഹമ്മദിന്റെ അടുത്തൊരു പിക്ക്. അലക്സ് ഡുവർ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഇതാ കുറുപ്പടേന്റെ ഒരു പിക്ക്. അലക്സ് ഡുവർ ഒരു പിക്ക്. കക്കാശി ഒരു പിക്ക്. ജപ്പാൻ ഡാൻജി ഒരു പിക്ക്. അലക്സ് ഡുവറിന്റെ അടുത്തൊരു പിക്ക്. KV ഹിറ്റ്മാൻ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. എംആർസെഡില് ഇനി ജപ്പാൻ ഡാൻജി, പിന്നെ അതുപോലെ തന്നെ അലക്സ് ഡുവർ 1 HP ആണ്. അലക്സ് ഡുവർ ഫ്ലഫി കക്കാശിയുടെ ജപ്പാൻ ഡാൻജി മാത്രം. ഞാൻ പറഞ്ഞില്ല അലക്കേണ്ട ഒരു 1v5 സിറ്റുവേഷൻ. ജപ്പാൻ ഡാൻജി ലാസ്റ്റ് മാൻ. സിറ്റുവേഷൻ മൂഞ്ചാൻ വരുന്ന കാന്തിയിലൊക്കെ പരി എന്താ 3 ദിവസം കഴിഞ്ഞിട്ട് ചോദിക്കാൻ വരുമെന്ന് ആ പാട്ടൊക്കെ ഒന്ന് ഓഫാക്കണം. ഒറ്റ മിനിറ്റ് ഒരു കാര്യം പറയണ്ട. ഇനി എനിക്കൊരു കാര്യം പറഞ്ഞ എടാ പച്ച പൂറി മോനെ, നീയല്ല നിന്റെ ഗ്യാങ്ങിലെ 35 കണ്ടികള് ഒരുമിച്ച് ഉമ്പാൻ വന്നാല് MRCയുടെ കുണ്ണ വലുത് തന്നെ. മനസ്സിലായ? ഡെമ്മി പുണ്ടച്ച് നിന്റെ പച്ചത്തിട്ട് അണ്ണന്മാരെ വിളിച്ചോണ്ട് ഗ്രൈൻഡ് ചെയ്യണം. പട്ടിത്തായോളി അണ്ണന്മാരല്ല ഭർത്താവിനെ പണ്ണാൻ പറ്റിയില്ല, ഭാര്യയുടെ കൂതിയിലടി ഡമ്മിയുടെ പൂറിലടിച്ചു കൊടുത്തിട്ടുണ്ട്. പൂറിലോ മാരി നീ വണ്ടിയാരോ കാർലോ ഡബ്ബിലാണ് ആദ്യം തന്നെ എന്നോട് ഗ്യാങ് ഹൗസിൽ നിന്ന് എന്തോ പറഞ്ഞായിരുന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് എന്തോ പണ്ണപ്പെടുമെന്നോ കൊടുക്കുമെന്നോ എന്തൊക്കെയോ ഇറങ്ങിപ്പോരുമ്പോ പറഞ്ഞിരുന്നു. പച്ച കൊണ്ടുവച്ചാ കിട്ടില്ല അണ്ണാക്കില് സാമാനത്തിൽ വരെ ക്യാരറ്റ് വെച്ചോണ്ട് നടക്കണ എമ്മാരത്തേക്ക് എന്ത് പറഞ്ഞിട്ടാണ്. ലൈവൊക്കെ നിർത്തി പോയി, പച്ച പുണ്ടച്ച് പോയി. അല്ലല്ല നാളെ അടിക്കാം പറ്റൂല. എക്സ്റ്റെൻഡ് ചെയ്ത് ഇന്ന് ഊമ്പിട്ട് പോയത്. എടാ 2-0 6 മാസത്തെ നിന്റെയൊക്കെ കൊടയുണ്ടല്ല. 6 വർഷം വെറും 3 മാസം കൊണ്ട് ഊമ്പി. 3 മാസം കൊണ്ടല്ല. എടാ നിക്ക് ഒരു മിനിറ്റ്. പണ്ണിയടാ എടാ കാർലോ പൂറി മോനെ, നിന്നെ പണ്ണി. മനസ്സിലായ? നിന്നെ പണ്ണി. MRC കേറി നിന്നെ പണ്ണി. നീന്ന് കുറുപ്പിന്റെ അടുത്ത് എന്താണ് ഡയലോഗ്? സോറിയാണെന്നവനെ കുറിപ്പിന്റെ
ആ കുറുപ്പിന്റെ സോറി അല്ല കുറുപ്പിന്റെ അണ്ടി ആരാടാ നിനക്ക് പട്ടി കൊടുത്ത് ബ്രീവാറിന് ഞാൻ കൊടുത്തായിരുന്നു റാമ്പോ വായിൽ ഒരെണ്ണം വെച്ച് കൊടുത്തു അപ്പൊ ചൂപ്പി ഇരിപ്പുണ്ട് മാസ്കിന്റെ ഇടയില് എന്തോ സിനിമാറ്റിക്സ് എടുക്കാൻ വേണ്ടി നീ അല്ല കഴിഞ്ഞവണ ഒരു കാര്യം പറഞ്ഞു നമ്മള് അടിച്ച് ഇനി അടുത്ത നമ്മൾ എന്ത് സിനിമാറ്റിക്സ് ഇറക്കാത്തേന്ന് അറിയാമോ? എടാ കാർലോക്കുണ്ടെ നമ്മൾ എന്ത് സിനിമാറ്റിക്സ് ഇറക്കാത്തേന്ന് അറിയാമോ? നിന്നെയൊക്കെ ഒരിക്കൽ കൂടെ പണിയിട്ട് മാത്രമേ നമ്മൾ ഇറക്കോളം അന്ന് തീരുമാനിച്ചതാ. ഇനി 2 തുളയുണ്ടല്ലോ ഡമ്മിക്ക്, അതുകൊണ്ട് കുനിച്ച് നിർത്തി 2 പ്രാവശ്യം. അതല്ല വാറിനുണ്ടല്ലോ ഇക്രു. ഞാൻ എന്റെ ടീംമേറ്റിനെ അടിച്ചിട്ടിട്ട് പോലും കഴിവില്ലാത്തവന്മാര് നിങ്ങൾ അല്ല ഇത് നോക്കിയോ കുറുപ്പേ, ഒരു WIGന്റെ പോലെ കേട്ടോ. സ്ക്രീൻഷോട്ട് നോക്ക്. അല്ലെ സത്യം പറയാ കളി പോയിന്ന് ഞാനും വിചാരിച്ചാണ് ഇത് ഇവന്റെ കോള് കേട്ടോ. കേൾക്കുന്നുണ്ടോ? സ്ക്രീൻഷോട്ട് കാണുന്നുണ്ടോ? കാർലോ കളിക്ക് ഇറങ്ങിയില്ലേടേ? എടാ ഇവരെന്തിനാണ് ഇത്രയും പ്ലേയേഴ്സ് ഉണ്ടായിട്ട് ഈ കാർലോനെ ഇറക്കുന്നത്? ഡമ്മി ആദ്യം തന്നെ വീട് തൊക്കടിച്ചില്ല. അത് ഇന്നത്തെ മേക്കെ വീറ്റാക്കി മേക്കെ അതല്ല, ഇന്നത്തെ വാറിലും പ്രീ വാറിലും അതന്നെ. അണ്ണന്റെ അവസ്ഥ തന്നെയായിരുന്നു. ഇറങ്ങി അപ്പൊ തന്നെ വിളിച്ചു കണ്ണെട്ടാണ്ടിരിക്കാനാണ്. അല്ലല്ല കഷ്ടപ്പെട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ഓരോ അവസരങ്ങൾ ഇറക്കുന്നത്. പുള്ളി ഇറങ്ങുന്നത് എന്തിനാണെന്നറിയോ? ബാക്കിയുള്ള ഗ്യാങ്ങിന്റെ അടുത്ത് പറയാൻ ഞാൻ ലൈനപ്പിലുണ്ട്, ഞാൻ ലൈനപ്പിലുണ്ട്. പക്ഷെ ആദ്യം വീണയാനായിരിക്കും. അത് ഞാൻ എന്റെ ടീമിനേറ്റിന്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞേക്കണേ. ഓൾറെഡി പൂർലോ ഹിറ്റ്മാനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നെ വാറിന് ഇറക്കണേ, ലൈവ് ഇട്ടിട്ടുണ്ട്. പിന്നെ റാംബോയെ പറ്റി പറയണ. വെയിറ്റ് ഒരു മിനിറ്റ്. റാംബോയെ പറ്റി പറയണ. റാംബോ വരേണ്ട കാര്യം നിന്നെ അടിക്കാൻ മനസ്സിലായ? റാംബോ സിറ്റി വേണോന്നുമില്ല നിന്നെ കടിക്കാൻ. ഇവിടെ പയ്യന്മാര് നമ്മളായിട്ടുണ്ട് നിന്നെ കടിക്കാൻ. മുട്ടച്ചോക്കളെ അല്ലടാ ഒരു ഷിറ്റ്സു പട്ടി എന്ന് പറഞ്ഞ സാഗറാണ്. കൊടിച്ചിപ്പട്ടി സാഗർ ഇവനെയൊക്കെ കൂടി റാംബോനെ പറയാൻ ഒരു വാറിനിറങ്ങി നമ്മുടെ ഇത് കഴിഞ്ഞ് വരുമ്പോ അടുത്ത് നീ എന്റെ വണ്ടി കയറിയെന്ന് പറഞ്ഞിട്ട് കള്ളാന്ന് പറഞ്ഞു വരും. എനിക്കൊരു കാര്യം പറയണ്ടേ. അന്ന് ഗ്യാങ് ഇല്ലാതെ പറഞ്ഞുകൊണ്ട് അപ്പാപ്പനെ എടുത്തോണ്ട് പോയായിരുന്നു. മക്കളെ അപ്പാപ്പൻ ഇനി എടുത്തോണ്ട് പോയാൽ ഇനി അടി വാങ്ങും. അപ്പാപ്പന് റോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പാപ്പനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഏത് കൂതിര പോലും അടിക്കും. വേറെ ആരും വേറൊരു ടോക്കറുണ്ടല്ലേ മരിഞ്ഞ് നമ്മളിപ്പോ ജയിച്ചല്ല പ്രീവാറും ഇതൊക്കെ. അപ്പൊ ഇനി പറയും ഇത് എന്താന്നറിയോ, TVനായിട്ട് തോറ്റല്ല. അതാരണോട് ഭയങ്കര ഫസ്ട്രേഷൻ നമ്മളെടുത്ത്. എന്നാലും തോറ്റത് അക്സെപ്റ്റ് ചെയ്തോട്ടാ അണ്ണന്മാര്. എനിക്ക് ഒരു ഒറ്റ കാര്യം റിക്വസ്റ്റ് ഉള്ളൂ, ഇനിയെങ്കിലും ഗെറ്റ് ബെറ്റർ ഗൈസ്. ഒരു കാറിന്റെ എടാ ഞാനൊരു കാര്യം പറയട്ടാ. എല്ലാവരുടെയും സന്തോഷത്തിനായിട്ട് നമ്മുടെ മെയിൻ MRCയിലെ അണ്ണൻ നമുക്ക് കണ്ടന്റ് ഇറക്കുന്നുണ്ട്. ഐജിഎൽ ഫ്ലഫി ഒന്നും പറയുന്നില്ല. ഞാനതല്ല ആലോചിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഇവന്മാര് ടിവിയുടെ വാറ് കഴിഞ്ഞ് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിരുന്നു വന്നത് ഇതിനായിരുന്നു. അണ്ണാക്കില് ക്യാരറ്റ് തിരികെ വെക്കാൻ വേണ്ടിട്ടായിരുന്നു ഇവന്മാര് വന്നത്. ഇതിപ്പോ എക്സ് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ, ഊമ്പിയല്ലോ.
കോമ്പോ അടിച്ച് കണ്ടന്റ് അടിക്കാൻ പറ്റിയില്ലല്ലോ കാരണം ഇനി ഷെയ്ക്കിന്റെ വക രണ്ടും അൺലക്കി തോൽവി ആണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ പക്ഷെ ഇന്നത്തെ വാർ ഒരുമാതിരി അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് തോൽവിയാണെന്നുള്ളത്